കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 60-61 വാക്യങ്ങളാണ്. മഗ്ദലന മറിയം മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നു. വിജനതയുടെ അനുഭവമല്ല, പിന്നെ ആരൊക്കെയോ കല്ലറയ്ക്ക് ചുറ്റുമുണ്ട് എന്നുള്ള സൂചന. ഇത് തന്നെയല്ലേ നമ്മുടെ കല്ലറയ്ക്കും ചുറ്റിലും നടക്കുന്നത്. നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരന്മാരും അടക്കപ്പെട്ട കല്ലറയ്ക്ക് ചുറ്റും ആരുമില്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവേണ്ടതില്ല. മരിച്ചു, അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മരണം ഒറ്റപ്പെട്ട അനുഭവമല്ല, പിന്നെ ഒരു കൂട്ടായ്മ അനുഭവമാണ്. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് മരണം. ഈശോയുടെ മരണത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഉയർക്കുവോളം കാവലിരിപ്പാൻ അനേകർ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഉയർപ്പിച്ച് എടുക്കുന്ന അനുഭവമാണ് ഈ കല്ലറ അനുഭവമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. ശുദ്ധീകരണത്തിലൂടെ അവിടെ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിലെത്തുവോളം ഉയർക്കുവോളം കാവലിരിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന ഒരു പറ്റം കൃപയുടെ അനുഭവങ്ങൾ. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെത്തണമെന്നത് സ്വർഗത്തിൻ്റെ നിർബന്ധമാണ്. അങ്ങനെ കല്ലറയിൽ നിന്നും ഉയർപ്പിച്ച് സ്വർഗത്വങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ് ഈ ഉയർപ്പ് നമുക്ക് തരുന്നത്. നമ്മുടെ മരിച്ചവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കുറവുകൾ വന്നിട്ടുണ്ടാവാം, ബലഹീനൽ വന്നിട്ടുണ്ടാവാം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആ കല്ലറയ്ക്ക് ചുറ്റും ചുറ്റപ്പെടണം. നമ്മുടെ ധൂപാർപ്പണം, പ്രാർത്ഥനകൾ കല്ലറയ്ക്ക് ചുറ്റും ചുറ്റപ്പെടണം. അവരെഴുന്നേറ്റ് സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർഗത്തെങ്കിലേക്ക് കരയേറുവോളം പ്രാർത്ഥനകൾ ശക്തമാകട്ടെ. ആമേൻ.